sure you feel the vibes. ഓക്കെ, അപ്പോ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണത്? ഇന്ന് നമ്മൾ കോഡ് സ്ട്രക്ചർ എന്താണ്, പിന്നെ നമ്മൾ കുറച്ച് ബേസിക് ഒരു ചെറിയൊരു പ്രൊജക്ട് ചെയ്യാൻ പോകണം. ചെറിയൊരു പ്രൊജക്ട് ചെയ്യാൻ പോകാൻ. അപ്പൊ നമ്മൾ ആ ചെറിയ പ്രൊജക്റ്റിൽ എന്തൊക്കെയാ വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. അപ്പം കുറച്ച് എന്തൊക്കെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാ നമ്മളിത് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒന്ന് നമ്മളൊരു ഹെൽപ്പ് കമാൻഡ് വേണം. ഒരു കമാൻഡ് അടിച്ച് കഴിഞ്ഞാൽ ഒരു ഹെൽപ്പ് നോട്ട് വരണം. വേറൊന്നെന്ന് പറയുന്നത് റോള് ക്രിയേറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ ഞാൻ ഫ്ലാഷ് കമാൻഡ് അടിച്ച് എനിക്ക് റോള് ക്രിയേറ്റ് ചെയ്യണം. അതിന്റെ നീഡ് എന്താ വെച്ചാൽ ചിലപ്പോൾ എനിക്ക് ഡാറ്റാബേസിലേക്കൊക്കെ റോൾ വെക്കേണ്ടി വരും, ലൈക്ക് വേറെ എന്തോ ആവാം. അപ്പോൾ വെറുതെ ആ റോൾ ക്രിയേഷൻ നമുക്ക് എങ്ങനെ കോഡ് ത്രൂ ചെയ്യാന്നുള്ളത് അറിയാമല്ലോ. പിന്നെ റോൾ അസൈൻ ചെയ്യാൻ പറ്റണം, ഒരു യൂസറിന് റോൾ അസൈൻ ചെയ്യാൻ പറ്റണം. പിന്നെ നമ്മളിപ്പോൾ മ്യൂലറിനകത്തൊക്കെ നമ്മൾ ടാസ്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ വരും, കർമ്മ കിട്ടും, അങ്ങനത്തെ ഒക്കെ ഒരു ആക്ടിവിറ്റി ഉണ്ടല്ലോ. അതിനൊരു മിനിയേച്ചർ വേർഷൻ ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മളൊരു ടാസ്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റൊരു ടാസ്ക് മതി. അപ്പോൾ വേറെ ഒരു കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചർ ഒന്നും വേണ്ട. അത് സബ്മിറ്റ് ആവണ് ഒരു ടിക്ക് മാർക്ക് ചെയ്തിട്ട് ഒരു ഇമോജി ഇട്ട് കഴിഞ്ഞാൽ, ഒരു ഇമോജി ഇട്ടാൽ മാത്രം അത് ഇതാണ്, എന്താ പറയുക, അതിന് കർമ്മ വരുന്നത്. പിന്നെ ഒരു റാങ്ക് കമാൻഡ് വേണം. ആ റാങ്ക് കമാൻഡ് അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് കർമ്മ കാണാൻ പറ്റും. ഏകദേശം ഒരു ഇത്രയും ഫീച്ചർ വെച്ചിട്ട് ഒരു ബോട്ട് ചെയ്യാമല്ലോ. ഇതിന്റെ സ്ട്രക്ചർ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട്, എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഒന്നുമില്ല, നമ്മളിപ്പം 3 ഡിഫറെന്റ് ഫയൽസിലാണ് വെക്കുക. ഒന്ന് മെയിൽ ഡോട്ട് ഫയൽ, ഇത് ഫയലാണ്, 2 ഡിഫറെന്റ് ഫോൾഡർ. ഓക്കെ, അപ്പൊ മെയിൻ ഡോട്ട് ഫയൽ മെയിൻ ആയിട്ട് റൺ ചെയ്യാനും, പിന്നെ ബോട്ട് പിന്നെ സിങ്ക് ചെയ്യാന്, പിന്നെ കോബൊക്കെ നമ്മളെ മെയിലോട്ട് കൊണ്ടുവരാന്, അങ്ങനത്തെ കുറച്ച് ബേസിക് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മെയിൻ ഡോട്ട്. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയല്ല ഞാൻ നോക്കി. അതായത് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സാധനമാണ്, ഇതും നേരത്തെ പറഞ്ഞ സെയിം സംഭവമാണ്. ഓ, അപ്പൊ ഇവിടെ ഓൺറെഡിയിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്, സ്ലാഷ് കമാൻഡിന്റെ വീഡിയോയിൽ പറഞ്ഞു. ആ ഓക്കെ. പിന്നെ ലോഡ് എക്സ്റ്റൻഷൻസ് എന്ന് പറഞ്ഞിട്ട് കോഗ് റോഡ് റോൾ, അവിടെയാണ് ആ ഫയൽ അല്ലേ. അതായത് ഇപ്പോൾ കോക്സ് എന്ന് പറഞ്ഞ ആ ഫോൾഡർ, ഈ ഫോൾഡർ ഡോട്ട് ഈ ഫയലിന്റെ പേര് ഡോട്ട് പൈ കൊടുക്കൂല. ഓക്കെ, അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫയലിലോട്ട് എത്തി. ഈ ഫയൽ നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ ഇവിടെ ഒരു കണക്ഷൻ ഡോട്ട് പൈ കാണാനുണ്ട്. അപ്പോൾ ഇത് എന്താ ഉള്ളത്? ഇതിനകത്തുള്ളത് ഇപ്പോൾ DB കാണാൻ. നേരത്തെ നമ്മളെ DB കണക്ഷന് ജസ്റ്റ് ഒന്ന് മാറ്റി. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് യൂസർ പാസ് ഇതൊക്കെ ഓരോ വേരിയബിൾ എടുത്ത് വെച്ചു. എന്നിട്ട് ഇതിങ്ങനെ ഒരു URL ഉണ്ടാക്കി. എന്നിട്ട് ഇവിടെ പൂൾ ഉണ്ടാക്കി. പൂൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നേരത്തെ ഇതിലൊക്കെ ഉണ്ടായിരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ വട്ട ഫംഗ്ഷൻ ചെയ്യുമ്പോഴും ഡാറ്റാബേസ് കണക്ഷൻ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. ഇത് അതിന് പകരം ഒരു പൂൾ ഓഫ് കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് അതിനെ റീയൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ പൂൾ സൈസ് ഈക്വൽ ടു പൂൾ സൈസ് ഇവിടെ 5, മാക്സ് ഓവർഫ്ലോ അത് കൊടുത്ത് പ്രീ പൂൾ പിങ് ട്രൂ. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പൂളിനകത്ത് ഒന്നും ഇല്ലെങ്കിൽ അത് എറർ അടിക്കും. അപ്പോൾ ആ ഒരു പൂൾ ഫസ്റ്റ് പിങ് ചെയ്ത് ഇല്ലെങ്കിൽ അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്. പിന്നെ എക്സിക്യൂട്ട് എന്നുള്ളത് ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കിയതാണ്. അപ്പൊ എക്സിക്യൂട്ട് ഫെച്ച് എന്ന് പറയുന്ന സിംഗിൾ ഫംഗ്ഷനിലാണ് എക്സിക്യൂഷനും ഫെച്ചിങ്ങും ചെയ്തത്. അതിവിടെ നമ്മൾ 3 ഡിഫറെന്റ് ഫയൽസ് ആക്കുന്നു. അപ്പൊ നമ്മൾ ആ സെഷൻ ഇത് ചെയ്തു, എന്നിട്ട് അവിടെ ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്ത് അവിടെ പാരംസും പാസ് ചെയ്ത്, അപ്പോൾ എന്നിട്ട് കമ്മിറ്റ് ചെയ്ത്. ഫെച്ച് എന്ന് പറയുന്നത് എന്താ പറയാ, ഡാറ്റ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എക്സിക്യൂട്ട് ചെയ്ത് എന്നിട്ട് ഡാറ്റ റിട്രീവ് ചെയ്യുന്നത്. പിന്നെ ഇതെന്താ ഫെച്ച് 1 എന്ന് പറയുന്നത്, ഇപ്പോൾ ചില സമയത്ത് നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് നിന്ന് എപ്പോഴും കുറേ ഡാറ്റയാണ് റിട്രീവ്. അതായത് ഇപ്പോൾ ഒരു സംഭവം സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലിസ്റ്റിനകത്ത് ഒരു സെറ്റ് ഓഫ് റോസ് ടപ്പിൾസ് വരുന്നുള്ള രീതിയിലാണ് ഇതിൽ എപ്പോഴും ചെയ്യാം. അപ്പോൾ ഫസ്റ്റത്തെ ഇപ്പോൾ നമ്മൾ കുറേ ഡാറ്റ വേണ്ട, ഒറ്റൊന്ന് മാത്രം എടുത്താൽ മതി എന്നുള്ള നമുക്ക് പല സിനാരിയോസും വരും. ഇപ്പോൾ യൂസറൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒറ്റ യൂസർ എടുക്കും. അപ്പോൾ അങ്ങനത്തെ സിനാരിയോയിൽ യൂസ് ചെയ്യാനാണ് ഫെച്ച് 1 എന്നുള്ള ഫംഗ്ഷൻ. അപ്പോൾ പിന്നെ എന്താ ഫെച്ച് സിംഗിൾ ഡാറ്റ, അതാ ഫെച്ച് 1ൻ്റെയും ഉള്ളിലെ ഫസ്റ്റത്തെ ഡാറ്റ മാത്രം എടുക്കുക, അങ്ങനത്തെ ഒരു ഇതിനാണ്. ഇതൊക്കെ ജസ്റ്റ് ഈ ഒരു ഒറ്റ സാധനത്തിന് ഓരോരോ ഫംഗ്ഷനാക്കി എഴുതിയെന്നുള്ളൂ, നമ്മളെ കുറച്ച് ഈസിനെസ് ഓഫ് യൂസിന് വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം എഴുതി. ഇവിടെ കോഗ് എഴുതി. ഓക്കെ, 2 സ്ലാഷ് കമാൻഡ് എഴുതി. അപ്പൊ ഇതില് ഞാൻ നേരത്തെ പറഞ്ഞ 2 കമാൻഡ് ഇവിടെ എഴുതി വെച്ചല്ലേ, അപ്പൊ ആ ഗ്യാപ്പില്. ഓക്കെ, അപ്പോ ഇതിലിപ്പോ ഫസ്റ്റ് ബോട്ട് ഇത് സെൽഫ് ഡോട്ട് DB ഈക്വൽ ടു, ഇത് ക്ലാസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. കോഗ് ആകുമ്പോൾ ഒരു ക്ലാസ് ആണ്.
അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ മൊഡ്യൂൾസിന് നമ്മൾ ഓരോ ഫയലാക്കും. നമ്മൾ അടുത്ത സാധനം ചെയ്യുമ്പോൾ വേറെ ഫയൽ ഉണ്ടാക്കും. അപ്പൊ അത് കുറച്ചുകൂടെ കറക്റ്റ് മനസ്സിലാവും. പിന്നെ ആപ്പ് കമാൻഡ്സ് ഇങ്ങനെയാണ് ഇതിൽ ആ ട്രീ ആ സംഭവം ചെയ്യുക അല്ലെ. ഡോട്ട് കമാൻഡ്, ക്രിയേറ്റ് റോള്, ക്രിയേറ്റ് റോൾ കമാൻഡ്, ഇതെന്താണ് ഡിസ്കോഡ് പെർമിഷൻ. ഈ ട്രീ അല്ലാണ്ട് ഈ രീതിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പെർമിഷൻ ഇങ്ങനെ എഴുതാം അല്ലെ. അഡ്മിനിസ്ട്രേറ്റർ ആണോ അല്ലേ നോക്കാൻ വേണ്ടിട്ട്. അതൊരു ട്രൂ ഓർ ഫാൾസ് കിട്ടും. ക്രിയേറ്റ് റോള്, റോൾ എക്സിസ്റ്റിംഗ് ആണോ നോക്കും. ഓൾറെഡി ഉള്ള റോളാണോ വീണ്ടും ക്രിയേറ്റ് ചെയ്യുന്നത്. ഡിസ്കോഡ് യൂട്ടിൽസ് ഡോട്ട് ഗെറ്റ് ഇൻട്രാക്ഷൻ ഡോട്ട് റോൾ നെയിം ഈക്വൽ ടു ഓക്കെ സെൻഡ് മെസ്സേജ്. റോൾ ഓൾറെഡി എക്സിസ്റ്റ് ആണെങ്കിൽ ഓക്കെ റോൾ ഓൾറെഡി എക്സിസ്റ്റ് എന്ന മെസ്സേജ് വന്നു. ഇല്ലെങ്കിൽ ഇന്ററാക്ഷൻ ഡോട്ട് ഗിൽഡ് ഡോട്ട് ക്രിയേറ്റ് റോൾ, ഇത്രേ ഉള്ളൂ റോള് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഇതിപ്പോ എന്താണ് മെമ്പർ ഡോട്ട് ഓക്കെ. അപ്പോൾ ആ മെമ്പറിനെ നമ്മൾ എടുത്ത് അപ്പൊ ഇവിടെ മെമ്പറിനെ കിട്ടുന്നത് എങ്ങനെയാ വെച്ചാൽ നമ്മളവിടെ ടാഗ് ചെയ്യാണ് ചെയ്യുക യൂസറിനെ. അപ്പൊ ഡയറക്റ്റ് നമുക്ക് ആ മെമ്പർ ഒബ്ജക്റ്റ് കിട്ടും അല്ലെ. ഡോട്ട് ആഡ് റോൾസ് റോൾ അത്രേ ചെയ്യേണ്ടതുള്ളൂ, വേറെ ഒന്നും. ഓ അപ്പൊ ഇത്രയും സിമ്പിൾ ആണ് ഇതല്ലേ. ഓക്കെ, ഇത് രണ്ടൊന്ന് ജസ്റ്റ് വർക്ക് ചെയ്യിപ്പിച്ച് കാണിച്ചു. ഇതിലിപ്പോ ഡാറ്റാബേസ് ഒന്നും വന്നിട്ടില്ല, അല്ലാത്തൊരു രണ്ട് ചെറിയ ഫംഗ്ഷൻ. ആ ഇതും വേണം അല്ലേ. ഇതുണ്ടെങ്കിലേ നമുക്ക് ഇവിടുന്ന് ഇത് കോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ സാധനം ഒരു മാൻഡേറ്ററി സാധനം. കോഡ് എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ അത് ക്ലാസിന്റെ പുറത്താണ് ചെയ്യേണ്ടത്. ക്ലാസിന്റെ പുറത്ത് വേറൊരു സെറ്റപ്പ് അസിൻക്രണസ് ഫംഗ്ഷനിൽ വേണം ഇത് ചെയ്യാൻ. ഓ ഓക്കെ. ഇപ്പം ഷഹീൻ ഹൈദറിന് ഒരു ടെസ്റ്റ് 1 എന്ന് പറയുന്ന റോളുണ്ട്. ഇത് റോള് ക്രിയേറ്റ് ഷഹീൻ റോള് ക്രിയേറ്റ് ആയിട്ട് അസൈൻ റോള് ഷഹീൻ ഹൈദർ അറ്റ് ഷഹീൻ. നോക്കട്ടെ, ഓക്കെ. അപ്പോ അത് അത്രയും ഓക്കെ ആണ്. പിന്നെ ഇനി അപ്പൊ നമ്മള് ബാക്കി പറയുന്നത് ഹെൽപ്പ് കമാൻഡ് ആണ്. അത് വേറൊരു കോഗ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ചെയ്തോ. ഓക്കെ, ഓക്കെ. സെൽഫ് ഡോട്ട് ബോട്ട് ഈക്വൽ ടു ബോട്ട് സെറ്റപ്പ് കൂടി ചെയ്തു. അവിടെ ബോട്ട് എന്നല്ലേ ഈ കൊടുത്തത്. അപ്പൊ അത് ആർഗ്യുമെന്റ് ബോട്ട് നല്ലതല്ലേ. ഇവിടെ റോൾ കോഗിന് പകരം നമുക്ക് ഏതാണോ ആഡ് ചെയ്യേണ്ടത് ഇവിടെ ഹെൽപ്പ് കോഗ് അല്ല. അപ്പം അത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലാഷ് കമാൻഡ് വേണം. To help you. Interaction response. എന്നിട്ട് ഇതെന്താ റിട്ടേൺ ചെയ്യണ്ടേ? എന്തൊക്കെ അത് ജസ്റ്റ് ഒരു സിമ്പിൾ ആയി ഒരു ഹെൽപ്പ് എന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടാക്കി വെച്ചാലും മതി. ഇത് എന്റെ ഗേൾഫ്രണ്ട് കൊറേ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. എടുത്തു നോക്കണേ. ബാക്കി കൂടെ ഹെൽപ്പ് മെസ്സേജ്
പിന്നെ വേറൊരു കാര്യം ചെയ്യാനുള്ള എന്താ വെച്ചാൽ നമ്മൾ ഇതിപ്പം ഒരു സിംഗിൾ കോഗ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പൊ മൾട്ടിപ്പിൾ കോഗ് വരുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കോക്സ് എന്ന് പറഞ്ഞിട്ട് വേറെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം, ഒരു ടെപ്പിൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ എന്തൊക്കെ വരുന്ന വെച്ചാൽ കോക്സ് ഡോട്ട് റോൾ കാണാം, നമുക്ക് കോക്സ് ഡോട്ട് റോൾ കാണാം. പിന്നെ നമുക്കൊരു കോക്സ് ഡോട്ട് ഹെൽപ്പ് കാണാം. എന്നിട്ട് അതൊന്ന് ലൂപ്പ് ചെയ്യണം നമുക്ക്. അവിടുന്ന് അത് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യല്ലേ. ഓക്കെ, അപ്പോ നമുക്ക് ആ ഹെൽപ്പ് ഒന്ന് ഹെൽപ്പ് വന്നില്ല. ഓക്കെ, അതാ ക്ലാസിന്റെ help code more than one parameter. Interaction മാത്രം മതിയോ അതോ സെൽഫ് അയച്ചിട്ടില്ല? അപ്പൊ ഇനി വന്ന് നോക്കിയേ, ഒന്ന് റിഫ്രഷ് ചെയ്ത്. നല്ല അലൈൻമെന്റ്. അത് കുഴപ്പമില്ല, അതതിനെ മെസ്സേജ് ഫോർമാറ്റ് ചെയ്താൽ മതിയല്ലോ. അപ്പോ ഇങ്ങനെ നമുക്കിപ്പോ ഒരു ഹെൽപ്പിന്റെ ഒരു കമാൻഡ് കിട്ടി അല്ല, അതായത് ഇപ്പോ ഇങ്ങനെ ഒരു സംഭവം ചെയ്യാന്നുള്ളത് ഓക്കെ ആയി. അപ്പോ ഇനി അടുത്ത നമ്മൾ എന്താണ് ചെയ്യാനുള്ളത്? അടുത്ത നമുക്ക് എന്താ ചെയ്യാം, ഒരു കർമ്മ അവാർഡിങ് സിസ്റ്റം റിയാക്ഷൻ ചെയ്യുമ്പോൾ അതിന് കർമ്മ കിട്ടുന്നതിന് വേണ്ടി ഒരു സാധനം ചെയ്യും. അത് ലൈവായിട്ട് ചെയ്യണോ അതോ എന്തെങ്കിലും ചെയ്ത് വെച്ചിട്ട് ബാക്കി എന്താ ചെയ്യേണ്ടത്? അതായിരിക്കും ഇവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, അതായിരിക്കും മറ്റേ ഭയങ്കര ലോങ് ആണ്. ലാഗ് ആക്കണം. അപ്പൊ നമുക്ക് എന്നാല് അതിന്റെ ഒരു കുറച്ച് സ്നിപ്പെറ്റ്സും കാര്യങ്ങളൊന്നും എഴുതിയിട്ട് ബാക്കി ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായി ചെയ്തു വെച്ചാക്കെ ഇവരെ കൂട്ടാൻ വേണ്ടി ചെയ്യാൻ നമുക്കൊരു മനസ്സാണ്. അത് ശരി. അപ്പൊ ഇനി കോഡ് എഴുതാനൊന്നും പറഞ്ഞിട്ട് ഇത്രയും നേരം എന്നെ പറ്റിച്ചല്ലേ. അപ്പൊ ചെറിയൊരു ചേഞ്ച് എത്തിയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്ത് വെച്ചാല് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ മെസ്സേജ്, നേരത്തെ നമ്മുടെ വീഡിയോയില് അതിൽ നമ്മൾ കർമ്മ എന്ന് പറയുന്ന ഒരു കോളം കൂടി ആഡ് ചെയ്തു. നമ്മള് മ്യൂലേന്റെ ഒരു കറൻസി പോലത്തെ ഒരു സാധനമാണല്ലോ കർമ്മ. അപ്പൊ അത് കൂടി ടേബിളിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് മാത്രം ആഡ് ചെയ്തിട്ടുള്ളൂ, വേറെ ചേഞ്ചസ് ഒന്നും പറ്റില്ല. അതൊരു ഇൻഡീജിയൽസ് ആയിട്ട് ചുമ്മാ ആഡ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോ എന്താ നമുക്ക് ചെയ്യേണ്ടത്? ഇനി നമുക്ക് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ മറന്നല്ല. അപ്പൊ അതാണ് ഈ ചെയ്യാതിരുന്നല്ലേ, അല്ലാതെ വേറെ കൂട്ടാൻ വേണ്ടിട്ടൊന്നുമല്ല. അപ്പൊ ഒന്ന്, ഞാനൊരു മെസ്സേജ് ഇടുന്ന സമയത്ത് എനിക്ക് ഒരു ടാസ്ക് ആണ് അസ്യൂം ചെയ്യാം. അപ്പോൾ ആ ടാസ്ക് ഒരു ഹാഷ്ടാഗ് വെച്ചിട്ട് ടാസ്ക് തന്നെ ആയിക്കോട്ടെ. ഇപ്പോൾ ഹാഷ്ടാഗ് T1 ഹാഷ്ടാഗ് T1 ആണെങ്കിൽ മാത്രം ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി. നമ്മളിപ്പോൾ മ്യൂലറിനകത്തൊക്കെ പല ടാസ്ക് ഡൈനാമിക് ആയിട്ട് ടാസ്കുകൾ വരും. ആ സ്ട്രക്ചർ ഒന്നും ഇവിടെ വേണ്ട.
നമ്മൾ സിമ്പിൾ ആയിട്ടാണ് ചെയ്തത്. അപ്പോൾ #T1 വെച്ചിട്ട് ആണെങ്കിൽ ആ ടേബിളിലേക്ക് ഡാറ്റ എൻ്റർ ചെയ്യാം. ആദ്യം നമുക്കൊരു ക്ലയന്റ് ഉണ്ടാക്കാം. ഇവന്റ് ക്രിയേറ്റ് ചെയ്യും. നമ്മൾ അവിടെ നേരത്തെ ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ ഇവിടെ ഒരു ലിസണർ ക്രിയേറ്റ് ചെയ്യും. ലിസണർ. ഓക്കെ. എന്നിട്ട് നോർമലി ചെയ്യുന്ന പോലെ തന്നെ ഒരു ഓൺ മെസ്സേജ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഇത് നമ്മള് ഒറ്റ #, അല്ലാതെ ബാക്കി ചെയ്തോ? ഒറ്റ #, അല്ലാതെ ബാക്കി ഏത് #ന് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇങ്ങനെ എല്ലാട്ടോ ചെയ്യേണ്ടി വരിക. അപ്പൊ ഫസ്റ്റ് #, എടുത്ത് അത് ഡാറ്റാബേസിലൊക്കെ പോയി നോക്കി ഏതാണോ ആ #ന് മനസ്സിലാക്കി അതിന്റെ ID എടുത്ത് അപ്പുറത്ത് വെച്ച് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് ഇതിലോട്ട് DB കൊണ്ടുവരണല്ലോ. അപ്പൊ നമ്മൾ അതിന് ഓൾറെഡി വേറൊരു ഫോൾഡറിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മളിവിടെ കോൾ ചെയ്യാം. അപ്പൊ DB ക്വറി ഇവിടെ എഴുതാനാണോ? അത് പറ്റില്ല. DB ക്വറി വേറെ ഡാറ്റാബേസിന്റെ ഉള്ളിലേക്കാ. കോവാണ്ടല്ലോ ജസ്റ്റ് സാധാരണ അത് ഇവിടെ ഒരു ക്ലാസ് ഉണ്ടാക്കണ്ടേ? ഈ ക്ലാസിന്റെ പേരൊക്കെ എഴുതുമ്പോ എപ്പോഴും എല്ലാ വേർഡിന്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ എഴുതാം. DB എന്ന് വരുമ്പോ എങ്ങനെ എഴുതുന്നതാണ് ആലോചിക്കുന്നതല്ലേ? ക്ലാസിന്റെ പേരാ? ക്ലാസിന്റെ പേരല്ലേ? ഞാൻ അവിടെ ഇനീറ്റില് അത് ചെയ്താ ഡെഫ് വെച്ചിട്ടൊക്കെ. ഫംഗ്ഷൻ എഴുതുക. ഇൻസേർഷൻ അല്ലേ? ഇതിലോട്ട് നമുക്കിപ്പോൾ എന്തൊക്കെ ഇൻസേർട്ട് ചെയ്യണം? മെസ്സേജിന്റെ ID, മെസ്സേജിന്റെ കണ്ടന്റ് കാണാം, മെസ്സേജിന്റെ ID കാണാം, ഓർഡർ കാണാം. ശരിക്കും നമുക്ക് മെസ്സേജ് കാണാം. അപ്പം മെസ്സേജ് എന്നിട്ട് അത് ഇവിടുന്ന് ഇതിങ്ങനെ ഡിഫറെന്റ് ഫയൽസിലാക്കി ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സാധാരണ ഇതിൽ ചെയ്യുമ്പോൾ ഡാറ്റാബേസ് ക്വറി അത് ഓരോ ലെയർ പോലെയാണ് ചെയ്യുക. അപ്പോൾ ഫംഗ്ഷനാലിറ്റി സാധനങ്ങൾക്ക് ഒരു ലെയറിലാണ് വരിക, DB സാധനങ്ങൾക്ക് ഒരു ലെയറിലാണ് വരിക. ഇനിയിപ്പോൾ കുറച്ചുകൂടെ വലിയ സാധനങ്ങൾക്ക് നമ്മൾ ചിലപ്പോൾ ഹെൽപ്പർ ഫയൽസും ഹെൽപ്പർ ക്ലാസ്സസും ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ അത് വെച്ചിട്ട് കുറേ ഹെൽപ്പിംഗ് സാധനങ്ങൾ റീയൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവിടെ എഴുതും. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രക്ചറാണ് നമ്മൾ എഴുതുക. അപ്പോൾ ഈ ഒരു സാധനം കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റേണ്ടതാണ്. അത് മൾട്ടിപ്പിൾ റോ ആണെങ്കിൽ 3 സ്ട്രിങ്ങിന്റെ ഇതിലുണ്ട് ടോട്ടൽ. എനിക്കൊരു സാധനം കൂടെ സേവ് ചെയ്യണം. റിയാക്ട് ചെയ്തത് ആരാന്നും കൂടെ സേവ് ചെയ്യണം. മെസ്സേജ് ആഡ് റിയാക്റ്റഡ് ബൈ കൊടുക്കാം. റിയാക്റ്റഡ് ബൈ ഓക്കെ.
മെസ്സേജ് ഓർഡറായി കർമ്മ ആൾക്കാർ കണ്ടു വെക്കാം. അത് നള്ള് ഡിഫോൾട്ട് ആയിട്ട് നള്ള് വന്നോളൂ അല്ലേ? അത് റിയാക്റ്റഡ് ബൈ കൊടുക്കണ്ടല്ലോ ഇവിടെ. എല്ലാം കണ്ടു കർമ്മ 0 കൊടുത്തോ? കാരണം നള്ള് വന്നു കഴിഞ്ഞാൽ ഓക്കെ ഓർഡർ ഓക്കെ. ആ ഞാൻ എക്സിക്യൂട്ട് അല്ലേ? നമുക്കിത് വേണമെങ്കിൽ പരാമായിട്ട് അങ്ങനെ അതാണ് നല്ലത്. SQL ഇൻജെക്ഷൻ ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിട്ട് ഡിക്ഷണറി അല്ലേ? കണ്ടന്റ് ID ഓക്കെ. അവിടെ ഒക്കെ നമ്മള് അവിടെ ആ ഒരു സിംഗിൾ കോട്ട് ഒന്നും ഇടണ്ട. കണ്ടന്റ് അല്ലേ? ആ പരംസ് എന്നൊക്കെ പറയണത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫങ്ഷനാലിറ്റി ആണ്. ഒന്നുകൂടെ കണക്ഷൻ ഡോട്ട് പൈ ഒന്ന് എടുക്കും, അതൊന്ന് ജസ്റ്റ് കാണിച്ചു കൊടുക്കാം അതെന്താണ് അവിടെ ചെയ്യുന്നത്. ആണ് നമ്മുടെ ഈ എക്സിക്യൂട്ട് എന്നുള്ള ഫംഗ്ഷനൊക്കെ നമ്മൾ ചെയ്തതാണ്. എന്നിട്ട് നമ്മളത് ഇവരെ എക്സിക്യൂട്ടിലോട്ട് പാസ് ചെയ്ത് കൊടുത്ത് ഫ്രം ഡാറ്റാബേസ് ഡോട്ട് ടാസ്ക് അല്ലേ? ടാസ്ക് അതിന്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കി ഇനി അതിനെ പോകുന്നതാണ്. നമ്മൾ വേറെ വാലിഡേഷനോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ എത്ര ചെറുതായത്. ഇനി അത് ഇൻസേർട്ട് ആവുന്നുണ്ടോ നോക്കാം. പൊട്ടി. എക്സ്പ്രഷൻ അത് എവിടെയാണ്? അതിന്റെ ടാസ്കിന്റെ ഇനിറ്റില് കറക്റ്റ് അല്ലേ? അല്ല അത് സെറ്റപ്പ് ആഡ് ചെയ്ത ഈ മറ്റേല് ടാസ്കില്. ഇത് നേരത്തെ എന്നോട് പറഞ്ഞ കാര്യമാണ്, ഇത് നമ്മൾ ആഡ് ചെയ്യാൻ മറന്നു പോവും. ഞാൻ ഡാറ്റാബേസ് ടാസ്ക് ഇതിൽ നമ്മൾ ആഡ് ചെയ്തത്. ഓ ആഡ് ചെയ്തിട്ടുണ്ടല്ലേ?
ടാസ്ക് അതന്നെ അതിന്റെ പേര് നേരത്തെ തെറ്റായിരുന്നോ? അല്ലല്ലോ. ഒന്നുകൂടെ ഒന്ന് റൺ ചെയ്ത് നോക്കിയത് ജസ്റ്റ് ഒന്ന് റീറൺ ചെയ്ത സ്റ്റോപ്പ് ചെയ്ത രണ്ടാം എറർ ഉണ്ടെങ്കിൽ രണ്ടാമത് സിങ്ക് കൊടുത്തില്ല. ഓക്കെ വീണ്ടും DB5 എവിടുന്നൊക്കെയോ കോപ്പി അടിച്ച് വരുമ്പോ ആലോചിക്കണായിരുന്നു. ആ യൂണിറ്റിൽ അണ്ടർസ്കോർ ഇല്ല. അപ്പോഴേ കൺസ്ട്രക്ടർ ആവുള്ളൂ. ഇപ്പൊ കൺസ്ട്രക്ടർ എല്ലാം സാധാ ഫംഗ്ഷനായി മാറി. കൺസ്ട്രക്ടർ ആകുമ്പോഴല്ലേ അതിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് വർക്ക് ആവുള്ളൂ. ഇതെങ്കിലും വർക്കാവോ? അങ്ങനെ വീട്ടിൽ പോകാൻ വിടാതെ പിടിച്ചു വെച്ചതാണ്. അത് ട്രെയിനും പോയി വർക്കായില്ലെങ്കിൽ വീട്ടിൽ പോകാൻ പറ്റില്ല. ഓക്കെ, ആ ഫസ്റ്റത്തെ എൻട്രി തന്നെ ഡിലീറ്റ് ആക്കി വെക്ക്. ആ നല്ലുള്ളത് അത് നേരത്തെ അപ്ലൈ അപ്ലൈ ഇപ്പോ ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ കർമ്മ കൊടുക്കാൻ പറ്റണം. അതായത് ഒരു റിയാക്ഷൻ ആഡ് ചെയ്യുമ്പോൾ കർമ്മ കിട്ടണം. കമാൻഡ് ഡോട്ട് കോപ്പ് ഡോട്ട് ലിസണറിൽ നമ്മൾ ഓൺ റോ റിയാക്ഷൻ ആഡ് ചെയ്യും. അതിനകത്ത് നമുക്കിപ്പോൾ എല്ലാ ഇമോജിയും ആഡ് ചെയ്യുമ്പോൾ പറ്റരുത്. ഒരു പെർട്ടിക്കുലർ ഇമോജിയിൽ മാത്രമാണ് ഈ സംഭവം വർക്കാൻ പാടുള്ളൂ. നമ്മൾ അവിടെ ഒരു കണ്ടീഷൻ വെച്ചാൽ മതി. ഒരു ഇഫ് കണ്ടീഷൻ വെച്ചിട്ട് അത് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആ പേലോഡിൽ നിന്ന് മെസ്സേജ് ഐ ഡിയും കാര്യങ്ങളും ഫെച്ച് ചെയ്തിട്ട് ഡാറ്റാബേസിൽ ആ മെസ്സേജ് ഐ ഡി ഉള്ള ഇതിന് പോയിട്ട് കർമ്മ കൊടുത്താൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതെങ്കിലും ഒരു ഇമോജി കൊടുക്കോ? തിരിച്ചു കഴിഞ്ഞാൽ കമ്മോജി കിട്ടും അല്ലേ? കർമ്മ കൊടുക്കാൻ വേണ്ടി നമുക്ക് അടുത്ത് മെസ്സേജ് ഐ ഡി മാത്രം മതിയല്ലോ. മെസ്സേജ് ഐ ഡി മാത്രം മതിയോ? ആരാണ് കർമ്മ കൊടുത്തതെന്നുള്ള താല്പര്യം അതുകൂടെ പാസ് ചെയ്തോ? പേരോട് വേണ്ട, ആ ഡാറ്റ തന്നെ പാസ് ചെയ്തോ? അപ്പൊ ഇനി ജസ്റ്റ് ഓർഡറിന് മെസ്സേജ് എടുക്കണമെങ്കിൽ പേലോഡ് വെച്ചിട്ട് നമ്മൾ ചാനൽ എടുക്കണം, എന്നിട്ട് മെസ്സേജ് എടുക്കണം. മെസ്സേജിന്റെ ഓർഡർ അല്ല എനിക്ക് വേണ്ടത്, റിയാക്ഷൻ ഇട്ടാലാണ് വേണ്ടത്. റിയാക്ഷൻ ഇട്ടാൽ ഐഡിയ കിട്ടും നമുക്ക്. ഓർഡർ ആയിട്ട് അല്ല, ഐഡിയ മതി. ഐഡിയ മതി. ഇവിടെ ശരിക്കും നമ്മൾ അഷ്ടത്തിന് ഉപയോഗിക്കണ്ട, കാരമായിട്ടല്ല പാസ് ചെയ്യുന്നത്. ശരിയാ. വേറെ അവിടുന്ന് ഇത് ചെയ്യുന്നില്ലല്ലോ അല്ലേ? എല്ലാത്തിനും ഒരു 100 കർമ്മ വെച്ച് കൊടുത്തോ? 100 അപ്പൊ അവിടെ അതിന്റെ ആവശ്യമില്ല, 100 കൊടുത്താ പോരെ? അങ്ങനെ എടുത്തു. അത് മതി. ഡിഫൈൻഡ് അല്ല. ഓർഡർ ഐ ഡി അവിടെ പറഞ്ഞു.
അപ്പൊ ഇതാണ് അവിടെ ഒരു ലൈൻ വരെ എത്തിയപ്പോ നെക്സ്റ്റ് ലൈനിൽ വന്നു. അപ്പൊ അതൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൃത്തിയിൽ എഴുതുക എന്നുള്ളതാണ്. ആ ഓതറിന്റെ അവിടെ സ്പേസ് വരാൻ പാടില്ലല്ലോ. നമ്മളവിടെ ഓതർ എന്ന് പറഞ്ഞിട്ട് ആ ഓതർ ഐ ഡി കൊടുക്കുന്നു. മെസ്സേജ് ഐ ഡി ഓക്കെ. എക്സിക്യൂട്ട് ക്വറി അല്ല അതുകൊണ്ട് കിട്ടില്ല. ഈ ഡോട്ട് ഇപ്പൊ നിങ്ങൾ ഈ കോഡ് എഴുതുമ്പോൾ VS കോഡ് അല്ലാതെ പൈച്ചാമിൽ കോഡ് ചെയ്തെന്നാണ് കുറച്ചുകൂടി റെക്കമെൻഡഡ് സംഭവം. അപ്പൊ അതിലാണെങ്കിൽ ഇപ്പൊ ഇതൊക്കെ സജഷൻ വരും. സജഷൻ വരും, നമുക്ക് ഡീബഗർ യൂസ് ചെയ്ത് ഡീബഗ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ VS കോഡ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേറൊരു ലാപ്പായിരുന്നു. അപ്പൊ ഇതിനകത്ത് VS കോഡ് ചെയ്യുന്നപ്പോ ഉണ്ടായിരുന്നത് ശ്യാമിനോട് പറഞ്ഞു പൈച്ചാം ഇൻസ്റ്റാൾ ചെയ്തോ എന്ന്. അത് കേൾക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാ വീഡിയോയിലും സിൻടാക്സ് എറേഴ്സ് വരുന്നത്. വേണ്ട വീണ്ടും വരാം. ഇതൊന്നും പൈച്ചാർ വേണമെങ്കിൽ ശരിക്കും ഇനി VS കോഡിനെ കുറ്റം പറഞ്ഞു. ഇതും പൈച്ചാമാണെങ്കിൽ അത് അറിയായിരുന്നു അല്ലേ. ഇമോജി നെയിം ആണോ ഇമോജി ഡോട്ട് നെയിം ആണോ? എറർ ഉണ്ടാവും, പേടിക്കണ്ട. ഓതർ ഐഡി അല്ല പെട്ട് ഡാറ്റാബേസ് നോക്കണ്ട, അത് എറർ ഉണ്ടോ നോക്കി നോക്കുക, അതാ നല്ലത്. ആട്രിബ്യൂട്ട് ഓതാർ സാധാരണ ഡിസ്കോഡിലുള്ള എല്ലാ ടെർമിനോളജീസും നോക്കി നോക്കാം. അങ്ങനെ നമ്മൾ ഓവർ ടെർമിനോളജി അറിയുമ്പോൾ വരുന്നൊരു കോംപ്ലിക്കേഷൻ. അയ്യോ അതൊക്കെ ആ ഇഷ്യൂ ഫിക്സ് ആയി. നമുക്ക് ടാസ്കിൽ അടിച്ചത് എടുത്തു, റിയാക്റ്റഡ് ഫയൽ അതൊന്ന് കൊടുത്തു. റിയാക്റ്റഡ് ഫയൽ കൊടുത്താൽ മതിയോ? അയ്യോ എററില്ല കാര്യമില്ല. ഇപ്പൊ എന്തോ ആ മെസ്സേജ് ഐ ഡി കറക്റ്റ് തന്നെയാണോ അവിടെ വരുന്നത് എന്നുള്ളതറിയോ? പ്രിന്റ് കൊറി പ്രിന്റ് കൊറി അല്ല ഒരു പാരൻസും പ്രിന്റ് ചെയ്ത. കറക്റ്റ് ആണോ? അല്ലേ? ആണ്. അപ്ഡേറ്റ് മെസ്സേജ് വരുന്നുണ്ട്. ഒരു കാര്യം ചെയ്ത് നോക്കിയാ ആ കൊറി ഒന്ന് ഡാറ്റാബേസിലേക്ക് കോപ്പി ചെയ്തിട്ട് ആ വാല്യൂ ഒന്ന് വെച്ച് കൊടുത്ത് നോക്കിയേ.
വാല്യൂ ഒന്ന് റീപ്ലേസ് ചെയ്ത് നോക്ക്. ഇങ്ങനെ കൊടുക്കുമ്പോ സ്ട്രിങ് ആയിട്ടാണോ എല്ലാം വരിക? അങ്ങനെയാണോ? അങ്ങനെയാണ് വരേണ്ടത്. അല്ലല്ല, ഇത് ആദ്യം ഒന്ന് റൺ ചെയ്ത് നോക്കിയേ. ഇത് അത് സേഫ് മോഡ്, അത് വർക്ക് ബെഞ്ചിലതാണ്. ഇതാണ് സെറ്റ് SQL safe mode equal to 0. ഇതല്ല വേണ്ടത്. SQL safe അതോ അല്ല സേഫ് അപ്ഡേറ്റ്സ് ആണ്. അറിയാത്തതിനൊരു ഫീച്ചർ ആക്കി മാറ്റി എല്ലാം എന്തായാലും. അപ്ഡേറ്റ് ആയില്ല. സംഭവം എന്താണെന്നറിയോ? അത് സ്ട്രിങ് ആക്കാത്തതുകൊണ്ടാണ്. ഇവിടെ സ്ട്രിങ് ആക്കിയതിലും പ്രശ്നം ഉണ്ടാവില്ല, ഇവിടെ സ്ട്രിങ് ആക്കാത്തതുകൊണ്ടാണ് പ്രശ്നം വരിക. അല്ല അത് സെറ്റ് അല്ലേ? വേറെ മെസ്സേജ് അല്ല ഇത് കൂടി രണ്ടും ആഡ് ചെയ്യുന്നതല്ലേ? അതിപ്പോ ഏതാണേലും പ്രശ്നമുള്ള കാര്യം. അപ്ഡേറ്റ് മെസ്സേജ് സെറ്റ് കർമ്മ ആയിട്ട് ആഡ് നല്ല ഐഡിയ നോക്കുന്നത്. ആണല്ലോ. ഇവിടെ ഇഷ്യൂ വന്നാൽ നമ്മൾ പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യുമ്പോൾ സ്ട്രിംഗ് കൊടുക്കണം. അല്ല ഇവിടെ പ്രശ്നമില്ല. കണ്ട സ്ട്രിംഗ് ആണെങ്കിലും ഇൻറ്റീജർ ആണെങ്കിലും വർക്ക് ആവുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം? അപ്ഡേറ്റ് മെസ്സേജ് സെറ്റ് കറങ്ങി ഇത് 0 എന്നല്ലേ കൊടുക്കുന്നത്? അതാണ്, അതുകൊണ്ടാണല്ലോ അത് വർക്കായത്. നമുക്ക് ഒറ്റ മാത്രമേ കൊടുക്കുള്ളൂ. അതെ, അതാണ് പ്രശ്നം. കോമയാണ് യൂസ് ചെയ്യേണ്ടത്. നേരത്തത് അപ്ഡേറ്റ് ആയില്ലേ? അല്ല അതാ കർമ്മ കട്ട് ചെയ്യണ്ട, അത് പ്രശ്നമില്ല. നമ്മള് ഇഷ്യൂ കൗണ്ട് ചെയ്തല്ലേ. അപ്പൊ ഇവിടെ പിന്നെ ഇവിടെ ഒന്നുകൂടെ വേണം മറ്റേ ഈസ് റിയാക്റ്റഡ് ആ ഫീൽഡിലുള്ളതുകൊണ്ട് ആ ഫീൽഡ് ട്രൂ ആക്കണ്ടേ? ഈസ് റിയാക്റ്റഡ് ഡാറ്റാബേസ്. ഓ അല്ല, അത് ഈ ഫയലാണ് ഞാൻ ഇപ്പൊ റൺ ചെയ്തത്. അതൊന്നുമില്ല. ഞാൻ തൊട്ടതും ശരിയായില്ല. പക്ഷെ ഇത് വയ്യ. ഓക്കെ, അപ്പോ അത് ഓക്കെ ആയി, കർമ്മ ആഡായി. ഇനി നമുക്ക് വേണ്ടത് ഓക്കെ. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ക്യാമറയിൽ ബാറ്ററി കഴിഞ്ഞതായിരുന്നു. അപ്പോൾ അപ്പോഴേക്കും ആശിച്ച് കുറേ കോഡ് എഴുതി. എന്തൊക്കെയാണ് എഴുതിയത്?
നമ്മൾ ഡിലീറ്റ് മെസ്സേജിലാണ് നിർത്തിപ്പോയത്. ആ അപ്പം മെസ്സേജ് ഡിലീറ്റ് ചെയ്യുമ്പോൾ കർമ്മ ഡിലീറ്റ് ആവുന്നതും പിന്നെ എന്താ നമുക്ക് ഒരാൾക്ക് എത്ര കർമ്മ കിട്ടിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ സ്ലാഷ് കമാൻഡും കൂടി ഇംപ്ലിമെന്റ് ചെയ്തു. നമ്മൾ ചെയ്യാനുള്ള 2 സാധനങ്ങൾ ഓൾറെഡി ചെയ്തു വെച്ച്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ് എംബഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം. അത് പറഞ്ഞാൽ പറ്റില്ല, അപ്പൊ പറഞ്ഞു കൊടുക്കണം എന്താന്നുള്ളത്. ഞാൻ പഠിപ്പിച്ചനുസരിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത്. ഓക്കെ, അപ്പോ ഇതിനകത്തിപ്പോ ഓക്കെ ഡിലീറ്റില് ഒന്നുമില്ല. അതായത് ഇപ്പൊ നമ്മള് ഓൺ റോ മെസ്സേജ് ഡിലീറ്റ് റോ ഇടാനുള്ള കാരണം എന്തായിരുന്നു? അതായത് നമ്മള് പണ്ടത്തെ മെസ്സേജസും കൂടെ ഫെച്ച് ചെയ്യാന്നുള്ളതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഡിലീറ്റ് മെസ്സേജ് അവിടെ മെസ്സേജിന്റെ ഐഡി കൊടുത്തു. അപ്പോ ആ ഐഡി വെച്ചിട്ടുള്ള മെസ്സേജ് ഡാറ്റാബേസിൽ പോയി ഡിലീറ്റ് ചെയ്ത് വന്നു. ഇത്ര മാത്രമല്ലേ ഉള്ളൂ? അത് ഇത്രേ ഉള്ളൂ. ഇനി നമ്മളെ റാങ്കിന്റെ കമാൻഡ് എവിടെയാണത്? സ്ലാഷ് കമാൻഡ്സ് ഡോട്ട് പൈയോ റാങ്ക് ഡോട്ട് പൈ വല്ലത് എഴുതി കൂടെ? എനിക്കറിയോ നോക്കണായിരിക്കും അല്ലേ? റാങ്ക് ഡോട്ട് പൈ നമ്മള് ഇവിടെ മാറ്റണം. അത്രല്ലേ ഉള്ളൂ മാറ്റാൻ. ഇത് മാറ്റണമെന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇനി ഇവിടെ ചെയ്യുന്നത് എന്തൊക്കെയാ? ഗെറ്റ് കർമ്മ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എഴുതി, കമാൻഡ് എഴുതി, ഫംഗ്ഷൻ എഴുതി. അപ്പൊ ഇതിനകത്ത് യൂസറിനെ നമ്മള് പക്ഷെ ഓപ്ഷനിലാക്കി നണ്ണ് വെച്ചിട്ട്. ഇനി യൂസർ ഇല്ലെങ്കിൽ, അതായത് ആ ആർഗ്യുമെന്റ് നമ്മൾ ഒരാൾ ടൈപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളിവിടെ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്ത ആൾക്ക് ആളെ കർമ്മ എടുത്ത് കാണിക്കുക എന്നുള്ളതാണ്. ഇപ്പം എന്നിട്ട് ഗെറ്റ് കർമ്മക്ക് എന്ത് ചെയ്തു? നമ്മളൊരു DB ഫംഗ്ഷൻ എഴുതി. അപ്പൊ അതിനകത്ത് ഒന്നുമില്ല. നമ്മൾ ആ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരാൾക്ക് മൾട്ടിപ്പിൾ എൻട്രീസ് വരും ആള് ചെയ്ത ടാസ്കിനനുസരിച്ചിട്ട്. അപ്പൊ അതിന്റെ കർമ്മ മൊത്തത്തിൽ സമ്മപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആളെ കർമ്മ കിട്ടാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് അത്ര ചെയ്യുന്നുള്ളൂ. സം ഓഫ് കർമ്മ വേർ ഓദർ ഈക്വൽ ടു ആ ആള്. അപ്പൊ കർമ്മ പിന്നെ നമ്മൾ കൊടുക്കുന്നത് ഇമോജി ഇട്ടതിന് ശേഷമാണ്. അപ്പൊ അതുകൊണ്ട് അത് പ്രശ്നമില്ല. ഐ മീൻ നമ്മൾ വേറെ ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇനി ഡിസ്കോ ഡോട്ട് ഒരു എംബഡ് നേരത്തെ പറഞ്ഞ പോലെ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് ഡാറ്റ കൊടുത്തു, എംബഡ് അയച്ചു. ഇത് വർക്ക് ഉണ്ടോ നോക്കാം. നമുക്ക് കർമ്മ അത് അടിച്ചു നോക്കാം. 100. അപ്പൊ അത് മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോ പിന്നെ നമ്മളിപ്പോ എന്താ ചെയ്തത്? ഒരു ടാസ്ക് ഇട്ട് അതിന് ആ ഒരു പ്രോസസ്സ് ചെയ്തു. അപ്പൊ ഞാന് T1 അത്രയും പോരെ? ഹലോ. ഇനി ഞാനതിനെ ഇപ്പൊ നമുക്കൊന്ന് റാങ്ക് അടിച്ചു നോക്കാം. ഞാൻ ഗെറ്റ് കർമ്മ അടിച്ചു നോക്കി, 100 ആണ്. ഇനി ഇതിനെ നമ്മൾ ഇമോജി ആഡ് ചെയ്ത് ഇനി ഒന്നുകൂടെ നമുക്ക് ഗെറ്റ് കർമ്മ കൊടുക്കാം. 200 ആയി. ഇനി ഞാനിതിനെ ഡിലീറ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പൊ പോയില്ലെങ്കിലാണ് പ്രശ്നം. ഞാൻ ഡിലീറ്റ് ആക്കി. പക്ഷെ ഇതില് വേറൊരു പ്രശ്നമുണ്ട്. ഞാൻ ഇമോജി കളഞ്ഞു കഴിഞ്ഞാല് ആ കർമ്മ പോവോ? ഇല്ല, അതിന്റെ ഒരു വാലിഡേഷൻ നമ്മൾ ചെയ്തിട്ടില്ല. അത് വേണമെങ്കിൽ ചെയ്യാം. അല്ല, അതൊരു കാര്യം ചെയ്യാം. അത് നമുക്ക് അവർക്ക് ടാസ്ക് ആയിട്ട് കൊടുക്കാം. ഇനി അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ കണ്ടത് ഒന്നെങ്കിൽ നമ്മള് പ്രശ്നമാണ്, ഇല്ലെങ്കിൽ അവര് പ്രശ്നമാണ്. ഓക്കെ, അപ്പോ നമ്മളിപ്പോ ഇതില് വേറെ ഒന്നും കാര്യമായിട്ട് പറയേണ്ടതില്ലല്ലോ. അത്യാവശ്യം ബേസിക്സ് എല്ലാം ആയില്ലേ? അപ്പൊ കോഗ് സംഭവങ്ങളായി, ഒരു ഫയൽ സ്ട്രക്ചറിങ് ആയി, പിന്നെ ബാക്കി ഏകദേശം ഇപ്പൊ ടാസ്ക് ഗ്രൂപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു. ഇനി നമുക്കൊരു ടാസ്ക് കൊടുക്കാം അങ്ങോട്ട് ചെയ്യാനായിട്ട്. അതായത് ഇപ്പൊ ഇതുവരെ കണ്ട സംഭവങ്ങളെല്ലാം വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്ത്, പിന്നെ ഇത് മാത്രമല്ല, നമ്മൾ ജസ്റ്റ് ഇവരെ ഡോക്യുമെന്റേഷനോ അല്ലെങ്കിൽ അടിച്ചു കഴിഞ്ഞാൽ കുറെ ഇവന്റ്സ് കാണാൻ പറ്റും, കുറെ എക്സ്ട്രാ എലമെന്റ്സ് കിട്ടാൻ പറ്റും. അപ്പൊ ഇതെല്ലാം വെച്ചിട്ട് ഇപ്പൊ നമ്മൾ ചെയ്ത പ്രൊജക്ട് ഇതേപോലെ ഒരു പ്രൊജക്ട് ചെയ്യാം. ഇതിനകത്ത് എന്തൊക്കെ ആഡ് ചെയ്യാം നമുക്ക്? ഇനി കുറച്ച് ഫീച്ചേഴ്സ് പറയാം. അപ്പൊ ഒന്ന് ഇമോജി കളഞ്ഞു കഴിഞ്ഞാൽ ആ കർമ്മ പോകണം. ഓക്കെ, അതൊരു ഫീച്ചർ വേണം. പിന്നെ വേണ്ടത് സപ്പോർട്ട് ടിക്കറ്റ് ക്രിയേറ്റ് ആണ്. അതായത് സപ്പോർട്ട് ടിക്കറ്റ് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ടൈപ്പ് ചെയ്ത ആളെ പേരെടുക്കുക, അന്നത്തെ കറണ്ട് ടൈം സ്റ്റാമ്പ് എടുക്കുക,
അങ്ങനെ ഒരു ചാനൽ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അപ്പോൾ അതിൻ്റെ പെർമിഷനും കൂടെ നോക്കണം. അതായത് എല്ലാവർക്കും അതിലേക്ക് പെർമിഷനും കാര്യങ്ങളും കിട്ടരുത്. അപ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ടിക്കറ്റ് ആ ഒരു സംഭവം മേ ബി ക്രിയേറ്റ് ചെയ്യുക. പിന്നെ നമ്മളെ ലീഡർ ബോർഡ് ഉണ്ടല്ലോ, നമുക്ക് കുറേ ലീഡർ ബോർഡ് ഉണ്ട്. ഇവിടെ അതൊന്നും വേണ്ട. ഈ ഉള്ള ഡാറ്റ വെച്ചിട്ട് ഒരൊറ്റ സിംഗിൾ ലീഡർ ബോർഡ് ഉണ്ടാക്കുക. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ റാങ്ക് അല്ല കർമ്മന്റെ സംഭവം ഇങ്ങനെ വരരുത്, എംബഡ് വരരുത്. അതിന് പകരം ഒരു ബേസിക് ആയിട്ട് ഒരു ഇമേജ് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് പില്ലോ പാക്കേജ് യൂസ് ചെയ്ത്, അപ്പൊ അതും ബോട്ട് ഒരു ശരിക്കും വലിയ ബന്ധമൊന്നുമില്ല, ജസ്റ്റ് ഒരു പില്ലോ യൂസ് ചെയ്ത് നോക്കിയാൽ മതി, അത്രേ ഉള്ളൂ. അപ്പൊ അത് വെച്ചിട്ട് അതും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. വേറെ എന്തെങ്കിലും വേണോ അതോ ഇത്രയും മതിയോ? വെബ്ബുക്ക് വെച്ചിട്ട് റോള് ക്രിയേറ്റ് ചെയ്യുന്നത് കൊടുക്കണം. വെബ് ഹുക്ക് വെച്ചിട്ട് നമ്മളിപ്പോ കമാൻഡ് വെച്ചിട്ട് എങ്ങനെ റോള് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് ഇവിടെ പഠിച്ച്, ഇനി ഒരു വെബ് ഹുക്ക് വെച്ചിട്ട് എങ്ങനെ റോള് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് കൂടെ നോക്കാം. അതായത് ഇപ്പൊ നമ്മളിപ്പോ വേറൊരു സെർവറിൽ നിന്നൊക്കെ റോള് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു ഓപ്ഷൻ വേണമല്ലോ. അപ്പോൾ വെബ് ഹുക്ക് വെച്ച് റോള് ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചാൽ വേറെ എന്തും ചെയ്തുകൂടെ? അപ്പോൾ അതെങ്ങനെയാ ചെയ്യാന്ന് കൂടെ നോക്കാം. അപ്പൊ അതിനും ജസ്റ്റ് ഒരു എങ്ങനെ ചെയ്യാന്നുള്ളൊരു ഫ്ലോ പറഞ്ഞുതരാം. നമ്മളൊരു വെബ് ഹുക്ക് അയക്കും, അപ്പോൾ ഒരു ചാനലിലോട്ട് ഒരു മെസ്സേജ് വരും. ആ മെസ്സേജിൽ നമ്മൾ ഓൺ മെസ്സേജ് ഇവന്റിൽ എന്ത് ചെയ്യണം, അതിന്റെ കണ്ടീഷൻസ് വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അതായത് ഇപ്പോൾ ഈ പെർട്ടിക്കുലർ മെസ്സേജ് ആണോ ആ ഒരു രീതിയിൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതാണെങ്കിൽ നമ്മൾ അവിടെ റോള് ക്രിയേറ്റ് ചെയ്യാൻ നേരത്തെ പഠിച്ചു. അതായത് എന്തോ ഒരു ലൈൻ എന്തോ എഴുതിയാൽ പോലെ റോള് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ ആ രീതിയിൽ ആ റോള് ക്രിയേഷനും കൂടെ നടത്താം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ വെബിൻ്റെ ചാനലിൽ വന്നിട്ട് ഈ കാണുന്ന ഹാഷ്ടാഗ് വെച്ചിട്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത് ഡിസ്കോഡിന്റെ റെപ്പോ അല്ല, ഡിസ്കോഡ് അല്ല, ഗിറ്റബ് റെപ്പോ ആണ് നമ്മളവിടെ പോസ്റ്റ് ചെയ്യേണ്ടത്. വേറെ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യണോ? വേണ്ടല്ലോ. ബോട്ടിന്റെ ലിങ്കോ എന്തെങ്കിലും കാര്യങ്ങള് അത് മതിയല്ലോ അല്ലേ? അത് നമ്മുടെ ഡിസ്കോഡിന്റെ ഡിസ്കോഡ് അല്ല, ഗിറ്റബിന്റെ റെപ്പോന്റെ ലിങ്ക് ഒന്ന് അവിടെ പോസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോ ഇതിന് എത്ര കർമ്മം കൊടുക്കാൻ പറ്റും നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ? 400 എന്തായാലും കൊടുക്കണം. അപ്പൊ നമുക്ക് 400 കർമ്മ കൊടുക്കാം. ഇത്രയും സംഭവങ്ങള് അതല്ല, നമുക്കൊരു 800 കർമ്മ കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം കുറെ സംഭവങ്ങളുണ്ടല്ലോ. പിന്നെ വെൽക്കം കൂടെ വേണം. അതായത് ഒരാള് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വെൽക്കം കാർഡ് കൂടെ വരണം ആളുടെ പേര് വെച്ചിട്ട്. പിന്നെ എന്തെങ്കിലും ആഡ് ചെയ്യണോ? അങ്ങനെ മൾട്ടിപ്പിൾ ടാസ്കിന്റെ സബ്മിഷൻ ഒന്നും വേണ്ടല്ലോ. അത് ഇത്രയും കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആവും. പിന്നീട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യണ പോലെ. അപ്പൊ അത് ട്രൈ ഔട്ട് ചെയ്യാം കേട്ടോ. അപ്പോ മൾട്ടിപ്പിൾ ടാസ്കുകൾ എങ്ങനെ, അപ്പൊ നമ്മൾ ടാസ്കിന് വേറൊരു ടേബിൾ വേണ്ടി വരും, അതിനകത്ത് നിങ്ങോട്ട് റിലേറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ കുറച്ചുകൂടെ ഒരു തിങ്ക് ചെയ്ത് ചെയ്യാൻ പറ്റുമെന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അത്രയും ഇമ്പ്രൂവ് ആയി വരും. ഓക്കെ, അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നത് നമുക്ക് ഇത്രയും ഒരു ഫീച്ചേഴ്സ് വെച്ചിട്ട് സാധനം വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ മാത്രമല്ല, പിന്നെ എന്തുകൂടെ വൈൻഡപ്പ് ആവും? നമ്മുടെ ഈ ഒരു സീരീസ് വൈൻഡപ്പ് ആവും. ഈ ഒരു എൻ്റയർ സീരീസ് നമ്മൾ വൈൻഡപ്പ് ആവാണ്. അപ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നത് 4 എപ്പിസോഡ് എന്തോ വെച്ചിട്ട് മൊത്തം കാര്യങ്ങൾ തീർത്ത്. അപ്പോൾ ഞാൻ ആശിഷിന് എന്തെങ്കിലും അവസാനമായിട്ട് പറയാനുണ്ടോ? ഇത്രയും പഠിപ്പിച്ച് ഫെയിം ആയതല്ലേ? എനിക്ക് അവസാനമായിട്ടൊന്നും പറയാനില്ല. അപ്പൊ അവസാനമായിട്ട് ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ട്യൂട്ടോറിയൽ ഇവിടെ നിർത്തുന്നു. അപ്പോൾ ശരി.